നമസ്കാരം. തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിനകത്ത് അതിമനോഹരമായ ഒരു കെട്ടിടത്തിൻ്റെ 3D പിക്ചറാണ്, വീഡിയോ പിക്ചറാണ് ഇട്ടിരിക്കുന്നത്. 3 ഡയമെൻഷനിലുള്ള പിക്ചറാണ്. കാരണം 3 ഡയമെൻഷനിലുള്ള വീഡിയോ ആണ്. കാരണം അത് കെട്ടിടം വന്നില്ല. ഇന്ത്യൻ പാർലമെൻറ്റിന് പുതിയ കെട്ടിടം നരേന്ദ്രമോദി കൊണ്ടുവന്നു. അത് അവിടെ ഒരു ഹൈലൈറ്റായിട്ട് ഇപ്പോൾ രാജ്യത്ത് പറയുന്നുണ്ട്. അതൊരു ടൂറിസ്റ്റ് പോയിന്റും കൂടെ ആണ്. ഇപ്പോൾ പോകുന്നവർക്കെല്ലാം കാണാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അതിമനോഹരമായ ഒരു ബിൽഡിംഗ് വരുന്നു. പക്ഷെ ബിൽഡിംഗ് വരുമ്പോൾ ശ്രീമതി ആശാനാഥിനോടും ശ്രീ വി രാജേഷിനോടുമുള്ള ഒരു വളരെ പ്രത്യേക ഒരു അഭ്യർത്ഥന, ആ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം കേരള മാതൃകയിൽ ചരിഞ്ഞ മേൽക്കൂര കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ചരിഞ്ഞ മേൽക്കൂര ചെയ്യുന്നതിൽ തെറ്റില്ല, അത് ശരിയുമാണ്. കേരളത്തിൻ്റെ ഒരു തനത് സംസ്കാരം അത് തന്നെയാണ്. പക്ഷേ ഞാൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സിംഗപ്പൂരിലും മലേഷ്യയിലും പോകുമ്പോൾ, പ്രത്യേകിച്ച് സിംഗപ്പൂരിൽ പോകുമ്പോൾ, അവിടുത്തെ വൻകിട കെട്ടിടങ്ങളുടെ എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ ഒരു ടൂറിസ്റ്റ് ഐക്കൺ കൂടി കാണും. ടൂറിസത്തിൻ്റെ ഒരു ഐക്കൺ കാണും. വളരെ സിമ്പിളാണ്, നമുക്കത് നെറ്റിൽ അടിച്ചാൽ കിട്ടുന്നതാണ്. അതായത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സംവിധാനത്തെയും തടസ്സപ്പെടുത്താതെ നേരിട്ട് ടൂറിസ്റ്റുകൾക്ക് കയറി പോകാൻ പറ്റുന്ന 2, 3, 4 ലിഫ്റ്റ് കാണും. ഒരു ലിഫ്റ്റിൽ ധാരാളം ആളുകൾക്ക് കയറാനും പറ്റും. വലിയ ലിഫ്റ്റായിരിക്കും. അങ്ങനെ 2, 3 ലിഫ്റ്റ് കാണും. ഈ ലിഫ്റ്റിൽ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റും. അത് യാതൊരു തടസ്സമുള്ളതല്ല കെട്ടിടത്തിൻ്റെ മുകളിൽ പോകാൻ. അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളെയോ ഒന്നും ബാധിക്കുന്നതല്ല. മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്കൈ വ്യൂ എന്നുള്ള നിലയിൽ ഒരു 2-3 ചെറിയ വിൽപ്പനശാലയൊക്കെ വയ്ക്കാം നമുക്ക്. അവിടെ പോയ ആളുകളൊക്കെ വല്ല മാങ്ങണ ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ പിന്നെ ബുക്സ് അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഫാഷൻ ഐറ്റമൊക്കെ വാങ്ങുന്ന കുഞ്ഞ് ഷോപ്പുകൾക്കും വാടകയ്ക്കും കൊടുക്കാം. അത് 1, 2, 3 ഒക്കെ ഉണ്ട്. പലയിടത്തും ഒരു റൗണ്ട് മൊത്തം ഉണ്ട് അവിടെ മുകളിൽ. എന്നാൽ അവിടെ നിന്നാൽ ആളുകൾക്ക് സിംഗപ്പൂരിൻ്റെയും മലേഷ്യയുടെയും ബോർഡറും സമുദ്രത്തിൻ്റെയും ഒക്കെ കംപ്ലീറ്റ് വ്യൂവും കിട്ടും. അത് കാണാൻ ഭയങ്കര തിരക്കാണ്. ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, നല്ല തിരക്കാണ്. 2 കാര്യങ്ങളാണ് അതിലൂടെ സംഭവിക്കുന്നത്. ഒന്ന്, നല്ല തിരക്കായിരിക്കും. പിന്നെ തിരുവനന്തപുരം ഈ സിംഗപ്പൂർ കാണാൻ പോകുന്നവർ അതിൽ കയറി കാണാറുമുണ്ട്. വളരെ ഒരു വ്യൂ ആണ്. എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇങ്ങനെ ചിന്തിച്ചുകൂടാ? മാത്രമല്ല, ഇനി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പോലുള്ള വൻകിട നഗരങ്ങളിലുണ്ടാകുന്ന എല്ലാ വൻകിട കെട്ടിടങ്ങളിലും ഈ ഒരു കൺസെപ്റ്റ് കൂടി നോക്കണം. അല്ലെങ്കിൽ നമുക്കത് സ്വകാര്യ മേഖലയെ, അവിടെ യഥാർത്ഥത്തിൽ അത് സർക്കാർ കെട്ടിടത്തിലല്ല ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു തമാശ. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വകാര്യ ബിൽഡിങ്ങിലാണ് മുകൾ ഭാഗം സർക്കാർ, ആ മുകൾ ഭാഗത്തെ പാർട്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നതും സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ ടെറസിൻ്റെ ഭാഗം മാത്രം, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഭാഗം മാത്രം സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം സ്വകാര്യമാണ്. ഇവിടെ ഇപ്പം അങ്ങനെയല്ല, സർക്കാരാണല്ലോ കെട്ടിടം വയ്ക്കുന്നത്, മേയറാണല്ലോ, പിന്നെ കോർപ്പറേഷനല്ലോ കെട്ടിടം വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ തർക്കമില്ല, സർക്കാരിൻ്റെ തന്നെയാണ് ആ സെറ്റ്. അവിടെ ഐക്കോൺ സ്കൈ ഓർച്ചാർഡ് റോഡിലെ ഉയർന്ന കെട്ടിടത്തിൽ നിന്നുള്ള നഗരക്കാഴ്ചയുണ്ട്. സ്കൈ ഹെലിക്സ് സെൻറ്റോസ എന്ന് പറയുന്ന സെൻറ്റോസയിലെ തുറന്ന റോഡിലെ മുകളിലെത്തുമ്പോൾ നഗരം, കടൽ, ദ്വീപുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നിരവധി മറീന ബേ സാൻഡ് സ്കൈ പാർക്കുണ്ട്. മറീന ബേ സാൻഡ് സ്കൈ പാർക്ക് വളരെ പ്രസിദ്ധമാണ്. ധാരാളം സഞ്ചാരികളാണ് അവിടെ കയറുന്നത്. സിംഗപ്പൂർ ഫ്ലയർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. സ്കൈ ഫെലിക്സ് സെൻറ്റോസ എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം നെറ്റിൽ നമുക്ക് അടിച്ചാൽ കിട്ടുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഒരെണ്ണത്തിൽ പോയിട്ടുണ്ട് ഉള്ള അനുഭവത്തിലാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഒരു മൾട്ടി പർപ്പസ് ഒരു തലത്തിൽ ചിന്തിക്കുകയും, നമുക്ക് കോർപ്പറേഷനായാലും പഞ്ചായത്തിനായാലും സർക്കാരിനായാലും വരുമാനം കൂടുതൽ കൊണ്ടുവരുന്നതിലും നമ്മുടെ ജനങ്ങളെ സോഷ്യൽ ഇടങ്ങളിലേക്ക് കൊണ്ടുവരിക, അത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും സിഗരറ്റിനുമൊക്കെ പിറകെ പോകുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് പലപ്പോഴും കുറയും. അപ്പോൾ സോഷ്യൽ ഇടങ്ങൾ പരമാവധി തീർക്കുക എന്നുള്ളതാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം
യാതൊരുവിധ ബുദ്ധിമുട്ടുള്ളതല്ല. അതിൻ്റെ മുകൾ ഭാഗം വേണമെങ്കിൽ ലീസിന് കൊടുത്ത് ഏതെങ്കിലും CSR കമ്പനിക്ക് കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മാളിന് കൊടുത്തോ, ഇപ്പോൾ ലുലു മാൾ പോലുള്ള സംവിധാനങ്ങൾക്ക് കൊടുത്തുകൊണ്ടോ 10-25 വർഷത്തേക്കുള്ള പിന്നെ കൺസ്ട്രക്ഷൻ നടത്താനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തു ചെറിയ 1-2 ഷോപ്പ് ഒക്കെ ചെയ്യാണ്ട് അവരെ സ്പോൺസറിങ്ങിലൂടെയോ CSR സ്പോൺസറിങ്ങിലൂടെയോ കോർപ്പസ് ഫണ്ടിലൂടെയോ ഒക്കെ ആലോചിക്കാം. അല്ലെങ്കിൽ കോർപ്പറേഷന് തന്നെ ആലോചിക്കാം. ഇതിന് ഉടനെ തന്നെ ബിസിനസ്സാണ്, കച്ചവടമാണ്, സ്ഥാപനമാണ്, സ്വകാര്യ മേഖലയാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് കുളമാക്കരുത്. അതുകൊണ്ട് വളരെ സ്നേഹബുദ്ധി അത് ആദ്യം പറയുകയാണ്. അങ്ങനെ ചർച്ച ചെയ്ത് കുളമാക്കാതെ കോർപ്പറേഷൻ്റെ പുതിയതായി വരാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ താഴെ നിന്ന് ലിഫ്റ്റിൽ ആളുകൾക്ക് പോകാനും 5 മിനിറ്റ് 10 മിനിറ്റിനപ്പുറമൊന്നും അവിടെ നിൽക്കാനും പറ്റത്തില്ല. ഇങ്ങനെ ആളുകൾ ഫ്ലോ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർക്കുള്ള ഒരു ടൂറിസ്റ്റ് പോയിൻ്റായിട്ട് അത് മാറ്റാൻ പോയിൻ്റായിട്ട് കൂടി ഈ മുകളിൽ കയറി നിന്നാൽ ശംഖുമുഖം കടപ്പുറം കാണാൻ പറ്റണം. അത്ര ഹൈറ്റിൽ വേണം ചെയ്യാൻ. ആ ടവർ ഹൈറ്റിലായാൽ ശംഖുമുഖത്ത് കാണാൻ പറ്റണം, വിമാനത്താവളം കാണാൻ പറ്റണം, ആറ്റുകാൽ ടെമ്പിൾ കാണാൻ പറ്റണം, പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പറ്റണം, സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റണം, നിയമസഭ കാണാൻ പറ്റണം. അങ്ങനെ സകല സംവിധാനം താഴേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന നല്ല വ്യൂ ആയിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മനോഹരമായ വ്യൂ. അത് കുറച്ച് ദൂരത്തിലേക്ക് കാണാൻ പറ്റിയാൽ കുറേ കൂടി നമ്മളെ കോസ്റ്റൽ ഏരിയയും കൂടി നന്നായി കടലൊക്കെ വിഴിഞ്ഞം പോർട്ട് കാണാം. നല്ല രസമല്ലേ അത്? അപ്പോൾ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ കാര്യം, ചെങ്കൽ ക്ഷേത്രത്തിൻ്റെ ചെറിയ സൈറ്റ് കിട്ടും. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഐക്കണുകളെയെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ടവറാണ് ഉദ്ദേശിക്കുന്നത്. അത് സിംഗിൾ ഒരു ടവർ കെട്ടിയിടരുത്. അങ്ങനെ ഈ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഹൗസിലേക്ക് കെട്ടിയിരിക്കുമ്പോൾ ടവർ കെട്ടിയിടരുത്. അതിനകത്ത് താഴെ നിന്ന് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒന്ന് നടക്കാൻ ഒരു പാത്ത് വേ ഇടണം. ആ പാത്ത് വേയുടെ സൈഡിലാണ് ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഷോപ്പുകളുടെ കാര്യം പറഞ്ഞത്. കൃത്യമായിട്ട് ആളുകൾക്ക് ആ ഷോപ്പ് ഉണ്ടെങ്കിൽ അത് ഷോപ്പ് എന്തിനു വെക്കുന്നതെന്ന് വെച്ചാൽ ദൈനംദിനം അത് തൂക്കുകയും വൃത്തിയാക്കുകയും മോണിറ്റർ ചെയ്യുകയും ലൈറ്റ് ഇടുകയും ഒക്കെ ചെയ്ത് പോകും. 24 hours അത് വർക്കൗട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലുള്ള നിർമ്മാണ സാങ്കേതികവിദ്യ ലോകത്ത് ലഭ്യമാണ്. നമുക്ക് സ്ഥലമില്ല, പണം കുറവാണ്, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് ഉള്ള സ്ഥലത്ത് മനോഹരമാക്കാം. ഇനി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ചിന്തിക്കണം. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേഷന് നൽകുന്നതാണ്. അത് ആശാനാഥും എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. മേയറും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.